ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത് എ സി സർക്യൂട്ട്സിനെ പറ്റിയിട്ടാണ്. എ സി സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എ സി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏതെല്ലാം സർക്യൂട്ടുകളാണ് ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എ സി സർക്യൂട്ട് എങ്ങനെയാണെന്നും അതിൽ ഏതൊക്കെ നമുക്കറിയാത്ത ഏതൊക്കെ പാർട്സ് ആണ് വരുന്നത് അല്ലെങ്കിൽ കമ്പോണൻറ്റുകളാണ് വരുന്നത് എന്നുള്ളതൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ ഡി സി വൈദ്യുതി, നമ്മൾ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള ഡി സി വൈദ്യുതിയിൽ നിന്ന് എങ്ങനെയാണ് എ സി വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എ സിൻ്റെ കുറച്ച് സവിശേഷതകൾ, ഡി സിയേക്കാളും നമ്മൾ എന്തുകൊണ്ട് എ സി പ്രിഫർ ചെയ്യുന്നു എന്നുള്ളത്, അതായത് കൂടുതലായിട്ട് എ സി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സവിശേഷതകൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ജനറേഷനാണ്. എ സി വോൾട്ടേജ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യിക്കാനായിട്ട് ആദ്യമേ തന്നെ എന്ത് വരുന്നുണ്ട്, ആൾട്ടർനേറ്റിംഗ് ജനറേറ്റർ അല്ലെങ്കിൽ എ സി ജനറേറ്റർ ആൾട്ടർനേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ പോലെ തന്നെയാണ്, സാധാരണ നമ്മൾ ഡി സിൻ്റെ ജനറേറ്റർ പറയുന്ന പോലെ തന്നെ ഡി സിയിൽ നമ്മളൊരു പുറത്തുനിന്നൊരു ശക്തി കൊടുത്തിട്ട് ജനറേറ്റർ കറക്കും. ആ കറക്കുന്നതിൽ നിന്നാണ് പിന്നെ എന്തുണ്ടാവുന്നത്, വൈദ്യുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഉപകരണം തന്നെയാണ് എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത്, എ സി ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ എന്ന് പറയുന്ന ഡിവൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആൾട്ടർനേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്നാൽ, ഇപ്പം നമുക്ക് ഈ കാണുന്ന ഒരു ഫിഗർ ഉണ്ടല്ലോ, ഇതിനെ പറയുന്നത് സൈൻ വേവ് എന്നാണ്, അല്ലെങ്കിൽ സൈനുസോയിഡൽ വേവ് എന്നാണ് പറയാം. അപ്പോൾ ഈ സൈനുസോയിഡൽ വേവ് പോലെ വരുന്ന ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമുക്ക് കിട്ടും. അപ്പോൾ ആ വോൾട്ടേജ് നമ്മളൊരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഇതേപോലെ തന്നെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒരു കറണ്ട് വേവ് ഫോമും നമുക്ക് കിട്ടും. ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ഈ ചിത്രം എന്ന് പറഞ്ഞാൽ വേവ് ഫോം എന്നാണ് പറയുക. വേവ് ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു വോൾട്ടേജ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ സ്വഭാവം എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു ചിത്രമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രം നോക്കിയാൽ തന്നെ അറിയാം വോൾട്ടേജ് എന്താ ചെയ്യുന്നത്, ഒരു പോസിറ്റീവ് സൈഡിലേക്ക് ഒരു മാക്സിമം വാല്യൂയിലേക്ക് പോകുന്നുണ്ട്, പിന്നെയും ഒരു സീറോയിലേക്ക് വരും, പിന്നെയും താഴെ ഒരു മാക്സിമം വാല്യൂയിലേക്ക് പോകും, പിന്നെയും സീറോയിലേക്ക് വരും. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്ന സംഗതിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത്. പോസിറ്റീവിൽ ഒരു പകുതിയും നെഗറ്റീവിൽ ഒരു പകുതിയും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സൈക്കിളുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഫിഗറാണ് ഇതിപ്പോൾ സൈനസോയിഡൽ വേവ് ആണ്. അതുപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ വേവുകളുണ്ട്. അത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ആൾട്ടർനേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈൻ വേവ് ആയിരിക്കും കൂടുതലായിട്ട് ജനറേറ്റ് ആവുന്നത്. പിന്നെ എ സി വോൾട്ടേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നതാണ്, എ സി കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എന്താണ്, ചേഞ്ചസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഇൻസ്റ്റൻ്റ്ലി. ഓരോ നിമിഷവും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ അളവ്, മീൻസ് എത്ര അളവുണ്ട് എന്നുള്ളത്, അതും അതിൻ്റെ ഡയറക്ഷനും ഓരോ ഇൻസ്റ്റൻ്റ്ലി മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു സോഴ്സാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി സോഴ്സാണ് എ സി വോൾട്ടേജ് എന്നുള്ളത്. അപ്പോൾ എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആൾട്ടർനേറ്ററാണ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആൾട്ടർനേറ്ററിൻ്റെ ഒരു ചെറിയൊരു ഫിഗറാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ താഴെ കാണിച്ചിരിക്കുന്നത് ഒരു രണ്ട് മാഗ്നറ്റുകൾക്കിടയിൽ, അതായത് രണ്ട് കാന്തങ്ങൾക്കിടയിൽ ഒരു കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ആ കോയിലിന് ചുറ്റി വെച്ചിരിക്കുന്നത് കണക്ട് ചെയ്യാനായിട്ട് രണ്ട് റിങ്ങുകളുണ്ട് അല്ലേ. അതായത് ആ റിങ്ങുകളെ വിളിക്കുന്ന പേര് സ്ലിപ്പ് റിങ്ങുകൾ എന്നാണ്. അപ്പോൾ സ്ലിപ്പ് റിങ്ങുകളുടെ ചുറ്റും ഒരു കാർബൺ ബ്രഷാണ് കട്ട പോലെ കാണുന്നത്. അതിൽ നിന്ന് വരുന്ന രണ്ട് വയറിലാണ് നമ്മൾ എ സി വോൾട്ടേജ് എടുക്കൽ. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത്, അതായത് ഈ നോർത്തും സൗത്തും വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്തിട്ടുള്ളൊരു കോയിൽ നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷാഫ്റ്റ്. ഇപ്പോൾ ശരിക്കും നമ്മൾ തിരിക്കുന്നതല്ല, കൈകൊണ്ട് തിരിക്കുന്നതല്ല, എന്താണ് വരിക, പുറത്തു നിന്ന് വേറെ എനർജി ഉപയോഗിച്ച് വലിയ എനർജി ഉപയോഗിച്ചിട്ട് ഷാഫ്റ്റ് തിരിക്കുക അല്ലെങ്കിൽ റോട്ടർ തിരിക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ റോട്ടർ ഇതിനനുസരിച്ച് തിരിയും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലാണ് ഈ കോയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ റിങ് പോലത്തെ കോയിൽ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിലെന്തുണ്ടാവും,
ഈ മാഗ്നറ്റിക് ഫീൽഡിനെ അല്ലെങ്കിൽ ഫ്ലക്സിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടാണ് വോൾട്ടേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ് വരുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ തിരിയുന്ന സമയത്തും കറണ്ടിൻ്റെ ഡയറക്ഷനും അതേപോലെ തിരിയും. അപ്പോൾ ആദ്യം കറക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഡയറക്ഷൻ ഉണ്ടായിരുന്നത്, ആ കറക്കൽ കഴിഞ്ഞതിന് ശേഷം, അതായത് പകുതി കറങ്ങലായി കഴിഞ്ഞാൽ അതേ ഡയറക്ഷനിലായിരിക്കില്ല പിന്നെ കറണ്ട് വരിക, അതിന് തിരിച്ചുള്ള ഡയറക്ഷനിലായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ AC ജനറേറ്റർ പ്രവർത്തിക്കുന്നുള്ളത്. അപ്പോൾ AC ജനറേറ്ററിൻ്റെ പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടേക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ് ഈ മഞ്ഞ ലൈനായിട്ട് ഇങ്ങനെ ഡോട്ട് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ചുറ്റും നമ്മൾ AB എന്നുള്ള ആ കോയിൽ നമ്മൾ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഓരോ സമയത്തും ഇപ്പോൾ E=0, E=EM, E=0, E=-EM എന്ന് പറയുന്ന, അതേപോലെ E=0 അങ്ങനെ ഓരോ നിമിഷവും ഉണ്ടാവുന്ന വോൾട്ടേജുകളാണ് ആ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇടതുവശത്തേക്കാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറക്കുന്നത്. അങ്ങനെ കറക്കുന്ന സമയത്ത് അതിലൂടെ ഒരു കറണ്ട് ഒഴുകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ EMF ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഡയറക്ഷനും കൂടെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു ടൈപ്പിലുള്ളൊരു വേവാണ് കിട്ടുക. അതായത് ആദ്യം 0 ആവും, പിന്നെ ഇങ്ങനെ കൂടി വന്നൊരു മാക്സിമം വാല്യൂ വരെ എത്തും, പിന്നെ അത് പിന്നെയും കുറയും. അതായത് നമ്മൾ കറക്കുന്നതിൻ്റെ ദിശ അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കറക്കുന്നതിനനുസരിച്ച് കറണ്ട് ഒരു ദിശയിൽ പോവും, അതിനുശേഷം അതേ ദിശയിൽ തിരിച്ചു വരും. അങ്ങനെ അത് വന്നും പോയും നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സമയത്തിനനുസരിച്ച് ഈ ഒരു കറണ്ട് ഓരോ സമയത്തും ഡയറക്ഷൻ ഒരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കും, പിന്നെ അത് ആ ഡയറക്ഷനിൽ തിരിച്ചു വരും. അപ്പോൾ പക്ഷേ സമയം പോയിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഇതെല്ലാം ഒരേ സമയത്തല്ല സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇങ്ങനെ ഒരു സൈൻ വേവ് പോലെയുള്ള ഒരു വേവ് ആയിരിക്കും, ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുക, ഒരു തരംഗമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ നിമിഷവും ഇപ്പോൾ ഇതിൻ്റെ ഇക്വേഷനായിട്ടുള്ള പറയുന്നുണ്ട്, അത് അടുത്ത പേജിലാണ്. ഇവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ആവുന്നതിൻ്റെ ഇക്വേഷൻ പറയുന്നുണ്ട്. വോൾട്ടേജ് ഇൻഡ്യൂസ് ആവുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E=BLV sin θ എന്നാണ് പറയുക. ഒരു റിങ്ങിലാണ്, ഒരൊറ്റ കോയിലാണ് എന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ് ആവുന്ന വോൾട്ടേജിൻ്റെ സമവാക്യം എന്ന് പറഞ്ഞാൽ BLV sin θ എന്നാണ്. അപ്പോൾ B എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നോക്കി കഴിഞ്ഞു. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അതുപോലെ തന്നെ ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഇത് കറക്കുന്നുണ്ട്. അപ്പോൾ ആ കറക്കുന്ന വേഗതയാണ് വെലോസിറ്റി ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നമ്മൾ ഈ കറക്കുന്നതും ഇതും തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര നീളമാണ് വരുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എല്ലായിട്ട് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ BLV sin θ എന്നുള്ള ഒരു സമവാക്യമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡ്യൂസ്ഡ് EMF എന്നുള്ളതിന് 0 എന്നും EM എന്നും ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് ഓരോ ഡയറക്ഷനിലും ഇപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രത്തിൽ നോക്കിയാലും കോയിൽ ആദ്യം ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് പിന്നെ തിരിച്ച് ഇങ്ങനത്തെ അതേ രീതിയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ദിശ മാറിയിട്ടാണ് വരുന്നത്. ആദ്യം 10 എന്നുള്ളതിൽ നിന്ന് ആയിരുന്നു വന്നത്, അത് ഒരു തവണ കറങ്ങി മറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചാണ് കറണ്ട് വരിക. അതുകൊണ്ടാണ് അത് -10 നിന്ന് പിന്നെയും 10ലേക്ക് തിരിഞ്ഞു പോകുന്നത്. അങ്ങനെ മാറി ഓരോ സമയത്തും അതിൻ്റെ വോൾട്ടേജും ഡയറക്ഷനും മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു തരം എനർജി സോഴ്സാണ് AC സോഴ്സ് എന്നുള്ളത്. അപ്പോൾ AC സോഴ്സിൻ്റെ പറ്റി ഇനി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. അതിലാദ്യം തന്നെ AC സോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ അല്ലെങ്കിൽ DCയെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് AC നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് DC ജനറേറ്ററിന് ഉപയോഗിച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതിലും കൂടുതൽ അളവിൽ നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, AC ജനറേറ്ററിലുള്ള വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അതായത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഹൈ വോൾട്ടേജ് ജനറേഷൻ കപ്പാസിറ്റി വരുന്നതാണ് AC ജനറേറ്ററുകൾ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഇതിൻ്റെ വോൾട്ടേജ് ലെവൽ എന്നുള്ളത്.
വോൾട്ടേജ് ലെവൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു AC വോൾട്ടേജ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് ലെവൽ കൂട്ടിയിട്ടും കുറച്ചിട്ടും, അതായത് ട്രാൻസ്ഫോമർ എന്നുള്ള ഉപകരണം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വോൾട്ടേജ് ലെവൽ പെട്ടെന്ന് തന്നെ ഒരു പരിധി വരെ കൂട്ടാനും ഒരു പരിധി വരെ കുറയ്ക്കാനും എളുപ്പം തന്നെ സാധിക്കും ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പക്ഷേ DC അങ്ങനെ സാധിക്കില്ല. കാരണം ട്രാൻസ്ഫോമറിൽ DC കൊടുത്തിട്ട് ഒരു ട്രാൻസ്ഫോമറും വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ DC കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജിൽ തന്നെ കൊണ്ടുപോകണം. പക്ഷെ അത് ഭയങ്കര നഷ്ടമാണ്. കാരണം കുറേ ദൂരം ഒന്നും ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. കാരണം ഒരു കമ്പിയിലൂടെ കുറേ ദൂരം കറണ്ട് ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പി ചൂടായിട്ട് അവിടെ നമ്മൾക്ക് കിട്ടേണ്ട എനർജി അവിടെ ചൂടായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് DC-നേക്കാളും കുറച്ചും കൂടി നല്ലത് AC ആണ്, കുറച്ച് ദൂരം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. പിന്നെ അതാണ് അടുത്ത പോയിന്റ് പറഞ്ഞത്, ലാർജ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ബൈ കൺവേർട്ടിങ് ഇൻ ടു ലാർജ് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് AC കൂടുതൽ ദൂരത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് സാധ്യമാക്കുന്നത്? വലിയ വോൾട്ടേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആണ് അങ്ങനെ സാധിക്കുന്നത്. പിന്നെ ലോ കോസ്റ്റ് ജനറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള കോസ്റ്റാണ്. അതുപോലെ തന്നെ AC ഡിവൈസസിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമുള്ളതും അതുപോലെ തന്നെ ചിലതൊക്കെ മെയിൻ്റെനൻസ് കുറവുള്ളതുമായിരിക്കും. പിന്നെ അടുത്തത് പറയുന്നത് അതിൽ തന്നെ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ മെയിൻ്റെനൻസ് കുറവുള്ളത് പറയുന്നത് AC മോട്ടോഴ്സാണ്. ഇൻഡക്ഷൻ മോട്ടോഴ്സും അതേപോലെ തന്നെ സിങ്ക്രണസ് മോട്ടോഴ്സൊക്കെ ഒരു പരിധി വരെ ഭയങ്കരമായിട്ട് റിപ്പയറിങ് ചാർജ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഒക്കെ വളരെ കുറവായിട്ട് വരുന്നവരാണ്. പിന്നെ AC-നെ DC ആക്കി മാറ്റാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നേരെ തിരിച്ച് DC-നെ AC ആക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചിലവ് കൂടിയ രീതിയാണ്, പ്രോസസ്സാണ്. അപ്പോൾ DC-യെക്കാളും എന്തുകൊണ്ടും പല മേഖലകളിലും AC എന്നുള്ളത് നമുക്ക് കൂടുതൽ ലാഭം തരുന്നതും അതുപോലെ തന്നെ ഉപയോഗത്തിന് കൂടുതൽ സുഗമമായതുമാണ്. അപ്പോൾ അങ്ങനത്തെ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് AC എന്നുള്ളത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റുകൾ നോക്കി വയ്ക്കുക. പിന്നെ എങ്ങനെയാണ് AC ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്, ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.